ഹലോ ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വീക്ക്ലി റെസിപ്പി. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വൈറലായിട്ടുള്ള പ്രോൺസ് നിർവാണയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് വേണ്ടത് പ്രോൺസാണ്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇതെല്ലാം വേണ്ടത്. പിന്നെ നമുക്കൊരു പേസ്റ്റാണ് വേണ്ടത്. സോ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും എടുത്തു. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടു. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം. അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വിനീഗർ 2 സ്പൂൺ ഇട്ടു. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അവസാനമായിട്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തു. ഈ അരച്ച ഇത് നമ്മൾ പ്രോൺസിലേക്ക് ഇടുകയാണ് ചെയ്യണേ. പ്രോൺസിൽ നന്നായിട്ട് ഈ ഗ്രേവി പിടിക്കണം. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാനത് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഞാനത് സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണേ. സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ട് ഈ മസാല നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അതെടുത്തു. പിന്നെ ഞാനൊരു പാൻ എടുത്തു. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് ഈ പ്രോൺസ് ഞാൻ വറുക്കാനായിട്ട് വെച്ചു. വറുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അവസാനം ചെയ്ത ഗ്രേവി ഉണ്ടല്ലോ, അത് അതിനകത്തിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ എന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ അത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തു. ഒരു 2-3 മിനിറ്റ്സ് അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. ഞാനത് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് പ്രോൺസിൻ്റെ റെസിപ്പി ഇങ്ങനെയായിട്ടാണ് വന്നത്. ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ചെയ്യുകയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് കുറച്ച് ക്യാഷ്യൂ നട്ട്സാണ്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ക്യാഷ്യൂ നട്ട്സ് നേരെ അതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോൺസ് നിർവാണം. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.